കോട്ടയം പയ്യാനിത്തോട്ടത്ത് ഉരുൾപൊട്ടലിൽ മരിച്ച റെജീനയ്ക്കും മകൻ ജോസഫൈനും വിട ചൊല്ലാൻ നാട്. മൃതദേഹങ്ങൾ പയ്യാനിത്തോട്ടം ഹോളി സ്പിരിറ്റ് പബ്ലിക് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. ജനപ്രതിനിധികളും നാട്ടുകാരുമായി നൂറുകണക്കിന് ആളുകളാണ് ഇരുവർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ പയ്യാനിത്തോട്ടത്തേക്ക് എത്തിയത്. വൈകിട്ട് 4 മണിയോടെ സെന്റ് അൽഫോൺസ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. റാംഷ CP ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. റാംഷയിലേക്ക്. കോട്ടയം പയ്യാനിത്തോട്ടത്ത് ഇന്നലെയുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച റെജീനയുടെയും മകൻ ജോസഫിൻ്റെയും ഭൗതിക ശരീരമാണ് ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹോളി സ്പിരിറ്റ് പബ്ലിക് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഇവരുടെ ഭൗതിക ശരീരം കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുണ്ട്. ഈ വാർത്ത കേട്ടറിഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങോട്ട് ഓടിയെത്തിയ ഒരുപാട് മനുഷ്യരുണ്ട്. കോട്ടയത്തിൻ്റെയും മറ്റ് സമീപ ജില്ലകളിലെയും പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെയായി വന്ന ആളുകൾ, നിരവധി ആളുകളാണ് ഇപ്പോൾ രാവിലെ മുതൽ ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MP ആന്റണി ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ സ്കൂളിലേക്ക് ഇവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് എന്നത് നമുക്കറിയാവുന്നതാണ്. വൈകിട്ട് 4 മണിക്കാണ് ഇവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. പള്ളി സെമിത്തേരിയിൽ, സെന്റ് അൽഫോൻസ പള്ളി സെമിത്തേരിയിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. വൈകിട്ട് 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപ്രതീക്ഷിതമായുണ്ടായ ഉരുൾപൊട്ടലിൽ ഇവർക്ക് വലിയ അപകടം സംഭവിച്ചത്. അമ്മയും മകനും വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. റെജീന മകൻ ജോസഫൈനും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവരുടെ ഭർത്താവ്, റെജീനയുടെ ഭർത്താവ് മറ്റൊരു വീട്ടിൽ കൂട്ടുകിടക്കാൻ പോയതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അതോടൊപ്പം തന്നെ റെജീനയുടെ മറ്റു 2 മക്കൾ എറണാകുളത്ത് പഠിക്കുകയാണ്. അവർ വീട്ടിലുണ്ടായിരുന്നില്ല. ഇവർ 2 പേരും മാത്രമാണ്, റെജീനയും ജോസഫൈനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ജോസഫൈന് കഴിഞ്ഞ ദിവസം ഒരു അപകടം സംഭവിച്ച് കാലിന് പ്ലാസ്റ്ററൊക്കെ ഇട്ട് നിൽക്കുന്നൊരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. കട്ടിലിൽ കിടക്കുന്ന നിലയിൽ തന്നെയാണ് ജോസഫിൻ്റെ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയും ചെയ്തത്. വളരെ ദുഃഖകരമായൊരു സാഹചര്യമായിരുന്നു എന്നത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ സങ്കടകരമായ കാഴ്ചയായിരുന്നു ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. റെജീനയും മകനും അവർ നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി എത്തിയ ഒരു ദുരന്തം അത് ഈ നാടിനെ ആകെ സങ്കടത്തിലാഴ്ത്തി എന്നതാണ്. അവരുടെ വീടിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ ഇന്നലെ കണ്ടു. വീട് അപ്പാടെ നശിച്ചു പോകുന്ന നിലയിൽ, ആ വീടിൻ്റെ ഒരു ശേഷിപ്പ് എന്ന നിലയിൽ അതിൻ്റെ വീടിൻ്റെ തറ മാത്രമാണ് അവിടെ അവശേഷിപ്പിച്ചിരുന്നത്. ബാക്കി ഈ ഭൂരിഭാഗം ഭാഗങ്ങളും അത് ഇടിച്ചു നിരത്തി ഉരുളെടുത്തു പോകുന്ന കാഴ്ച നമ്മൾ ഇന്നലെ അവിടെ നിന്ന് കണ്ടിരുന്നു. അത്രയും ഭയാനകമായ നിലയിലാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ, ഉരുൾപൊട്ടലിൽ ഇവർക്ക് ജീവൻ നഷ്ടമായത്. വലിയ സങ്കടകരമായ കാഴ്ചയാണ്. എന്തായാലും അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇവരെ അറിയാത്ത ആളുകൾ പോലും ഈ അപകടം വാർത്തകളിൽ കണ്ട്, ആ ദൃശ്യങ്ങൾ കണ്ട് സങ്കടപ്പെട്ട് കണ്ണ് കലങ്ങി ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. മനുഷ്യരെ സ്നേഹിക്കുന്ന ആളുകൾ, മനുഷ്യത്വമുള്ള ആളുകൾ ഇത്തരത്തിൽ ഇവരെ നോക്ക് അവസാനമായി കാണണം എന്ന് കരുതിയാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ വലിയൊരു ജനപ്രവാഹം തന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടു. ഈ പൊതുദർശനം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ആളുകൾ എത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അതും വകവയ്ക്കാതെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ നാട്ടുകാർ എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്കാണ് ഇവരുടെ സംസ്കാര ചടങ്ങ്. സമീപത്ത് തന്നെ ഉള്ള പള്ളിയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സെന്റ് അൽഫോൻസ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി ഇവരുടെ ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ശരി, റാംഷയാണ് വിവരങ്ങൾ നൽകിയത്.